കഴിഞ്ഞ ദിവസം ഇവരുടെ സെറ്റിൽമെൻറ്റ് തട്ടിപ്പ് സ്കീം കോടതിയിൽ വാദം നടന്നപ്പോൾ കോടതി രണ്ട് കാര്യമാണ് പ്രധാനമായും ഇവരുടെ വക്കീലിനോട് ചോദിച്ചത്. സേവ് ഹൈറിച്ച് ഫോറമോ, ഇത് കമ്പനി തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു തട്ടിപ്പല്ല എന്ന് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഇവരുടെ സുപ്രീം കോടതി വക്കീൽ അനാവശ്യമായി കോടതിയിൽ ബഹളം വച്ചപ്പോഴും മറ്റ് കക്ഷികളുടെ വക്കീലിനെ സംസാരിക്കാൻ വിടാതെ ഇദ്ദേഹം ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോഴും പറഞ്ഞത്, നിങ്ങളിവിടെ കലഹിക്കാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത്? നിങ്ങളെ കണ്ടാൽ ഒരു സീനിയർ വക്കീലിനെ പോലെ തോന്നുമല്ലോ, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കാണിക്കണം എന്നാണ്. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഹൈറിച്ചുകാരെ 16 ലക്ഷം ആൾക്കാരും 35,000 ആൾക്കാരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 35,000 ആൾക്കാർ ഒരാഴ്ച കൊണ്ട് വക്കാലത്തുകൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഇത്തരം കേസുകൾ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കേസാണ് ഹൈക്കോടതിയിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ ജസ്റ്റിസ് ഹക്കീം സാറിൻ്റെ ബെഞ്ചിലാണ് ഈ കേസ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ സിറ്റിംഗ് ആയിരുന്നു. ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ നല്ല രീതിയിൽ എന്തിനാണ് ബഡ്സ് ഉണ്ടാവുമ്പോൾ എന്തിനാണ് നിൻ്റെ പ്രൈവറ്റ് സെറ്റിൽമെൻറ്റ് സ്കീം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ജഡ്ജ് ഇത്തരം ഉദ്ദേശത്തെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സിറ്റിങ്ങിൽ നമ്മളെല്ലാവരും തന്നെ അറിയപ്പെടുന്ന സൂം വക്കീൽ എന്നറിയപ്പെടുന്ന വക്കീലാണ് ഹാജരായിരുന്നത്. അദ്ദേഹം സൂമിലൂടെ ഈ തട്ടിപ്പ് കമ്പനിക്ക് വേണ്ടി സൂമിലൂടെ പ്രത്യക്ഷപ്പെട്ട് പല കാര്യങ്ങളും നമുക്കറിയാം, പറയുന്നില്ല. അദ്ദേഹം കോമ്പിറ്റൻ്റ് അതോറിറ്റിയൊക്കെ വിളിച്ചിരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമ്മൾ പുതിയ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അദ്ദേഹം 140ാമത്തെ കേസായിട്ടാണ് ഈ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനാണ് വന്നിരുന്നത്, സാറ് പറഞ്ഞു പേഴ്സണലായിട്ട് വരാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്നത്, ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞിരുന്നത്, എനിക്ക് ചിലപ്പോൾ ഈ കേസ് തീരാൻ വേണ്ടി 2 മണി വരെയൊക്കെ ആവും, എനിക്ക് 2 മണി വരെ സമയം വേണം എന്ന ആമുഖത്തോടു കൂടിയാണ് ഈ കേസ് തുടങ്ങിയത്. അപ്പോൾ ചോദിച്ചത്, അക്യൂസ്ഡ് പേഴ്സൺ ഈസ് പുട്ടിംഗ് ഫോർവേഡ് ദി സ്കീം. അപ്പോൾ നിങ്ങൾ കുറ്റാരോപിതർ തന്നെ പുതിയ സ്കീമുമായിട്ട് വന്നിരിക്കുകയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റ് ടേക്കറാണെന്നും നമ്മൾ പല FIRകളും ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കോടതികളിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കേസ് ബഡ്സ് കേസാണ്, അത് വേറൊരു കോടതിയിലാണ്, FIR ക്വാഷ് ചെയ്യേണ്ടത് വേറൊരു കോടതിയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് അവരോട് ഡയറക്റ്റ് ചെയ്യുക, ഈ സ്കീം എടുക്കണമെന്ന് ഞാൻ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുക എന്നാണ് ജഡ്ജ് തിരിച്ചു ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത്, ഇതുപോലെ തന്നെയുള്ള ബഡ്സ് കേസുകളിൽ മുൻപ് KCD ഫിനാൻസിന്റെ കേസുകളിൽ ഇതുപോലെ സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് ഇതിനേക്കാൾ വലിയ കേസാണെന്നും ഇതിനേക്കാൾ ഒരുപാട് ആൾക്കാർക്ക് പണം കൊടുക്കാനുള്ള കേസാണെന്നും ഇദ്ദേഹം പറഞ്ഞു.
ഇപ്പോൾ നമ്മൾ 16 ലക്ഷം ആൾക്കാരാണ് സഫർ ചെയ്യുന്നത്. 67 FIRകൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി 200 കോടി ബാങ്കുകളിലുണ്ട് എന്നും ഇവിടെ ആരും തന്നെ പണം എടുത്ത് ഒളിവിലല്ല എന്നും പണം എവിടത്തേക്കും കടത്തിയിട്ടില്ല എന്നും പണം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ന്യായീകരണങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് ഒരിക്കലും പോപ്പുലർ ഫിനാൻസ് പോലെയുള്ള തട്ടിപ്പുമായിട്ട് കമ്പയർ ചെയ്യരുതെന്നും ഇവിടെ പണം ഒരുപാടുണ്ട് എന്നും വെറും 67 ആൾക്കാർ മാത്രമേ ഇവിടെ പരാതിയായിട്ട് ഉള്ളൂ എന്നും ഇദ്ദേഹം പറയുന്നു. അതേസമയം സുപ്രീം കോടതി വക്കീലായ റഷീഖ് അഹമ്മദ് അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. പണ്ട് ഒരു കേസിൽ ഇംപ്ലീഡ് ചെയ്തതുപോലെ തന്നെ 67 ലക്ഷം നിക്ഷേപിച്ച ഒരു നിക്ഷേപകന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വക്കീലായ റഷീഖ് അഹമ്മദ് അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ FIR ഇട്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഒക്കെ പറഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹം അവരെ ആ വക്കീലുമായിട്ട് വാക്തർക്കത്തിൽ ഇടപെടുകയും അത് കോടതി പറഞ്ഞു, നിങ്ങൾ മറ്റു വക്കീലുമായി തർക്കിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, മറ്റു വക്കീലന്മാരുമായിട്ട് കലഹിക്കരുത് എന്നൊക്കെ ഇദ്ദേഹത്തിനോട് താക്കീത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം GPയോട് ഡയറക്റ്റ് ചെയ്തു, ഇതിൽ കൗണ്ടർ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ ഒരു സ്കീം സൊസൈറ്റിയും സേവ് ഹൈ റിച്ച് ഫോറും ഒക്കെ ആൾക്കാരെ പരിശോധിച്ച് അവർക്ക് പണം കൊടുക്കുന്ന ഈ ഒരു സ്കീമിനെ കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്താണ്, ബഡ്സ് അതോറിറ്റിയുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും അഭിപ്രായം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടർ ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാനിത് 1 മാസം കഴിഞ്ഞ് പരിഗണിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷവും നമ്മുടെ സൂം വക്കീല് പല കാര്യങ്ങളും പറയാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെ കോടതിയിൽ വന്നിട്ട് ക്വാറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹം ഇവിടെ ആവശ്യമില്ല എന്നും എനിക്ക് നിങ്ങളെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നും നിങ്ങളുടെ പ്ലാനുകൾ എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹം വീണ്ടും പറയാൻ ശ്രമിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ എന്തായാലും GPയോട് കൗണ്ടർ ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മറുപടി വരട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനിടയ്ക്ക് ഈ FIR ഇട്ടവർക്ക് നോട്ടീസ് കൊടുക്കണം, മറ്റുള്ളവർക്ക് നോട്ടീസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി, ഇത് ഒരു വിധി തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊരു വിധി തന്നെയാണ്. ഇത് കേസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്, അല്ലെങ്കിൽ ആ കോടതിയിൽ ഇവരുടെ സെറ്റിൽമെൻറ്റ് എന്താവുമെന്ന് ഇന്നലെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. ഇവരുടെ സെറ്റിൽമെൻറ്റ് നല്ല രീതിയിൽ തകർന്ന് തരിപ്പണമായി എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവർ വൈകിട്ട് നിക്ഷേപകരെ FIR ഇട്ട് എല്ലാവരെയും വാട്സപ്പ് കോളിൽ ശ്രീനാ പ്രതാപനും ഇവരുടെ CEOവും സൊസൈറ്റിയുടെ ആൾക്കാരും സൊസൈറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരും തന്നെ സൂം കോളിൽ നിക്ഷേപകരുടെ കാല് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ഒരു സംഭവം, ഈ ഒരു സെറ്റിൽമെന്റ് എന്ന പരിപാടി നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ നല്ല രീതിയിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനൊന്നും നമ്മൾ തയ്യാറല്ല എന്നും, നിങ്ങൾ പണവുമായി വരൂ, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ഒപ്പ് വേണ്ടത് എന്ന് നമ്മൾ ഒപ്പിട്ട് തരാമെന്നും, പക്ഷെങ്കിൽ ആദ്യം നിങ്ങൾ പണം തരുമെന്നും, സർക്കാർ പിടിച്ചെടുത്ത പണം അത് നിങ്ങളുടെ പണമല്ല എന്നും അത് നമുക്ക് അവകാശപ്പെട്ട പണമാണെന്നും സിഇഒയോട് തന്നെ നേരിട്ട് നിക്ഷേപകർ പറഞ്ഞിട്ടുണ്ട്. അത് സത്യവുമാണ്. കമ്പനിയുടെ 1 രൂപ പോലും കമ്പനി സ്വന്തമായി ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം നിക്ഷേപകരുടെ പണമാണ്. നിക്ഷേപകരുടെ
പണം കൊണ്ട് മാത്രമാണ് ഇത്രയും ആർഭാടകരമായ ജീവിതം നയിച്ചതും ദൂർത്തടിച്ചതും കോടിക്കണക്കിന് രൂപ ലീഡർമാർക്ക് കൈമാറിയതും വിലപിടിപ്പുള്ള ബാഗുകളും മറ്റ് വസ്ത്രങ്ങളും വിദേശ ട്രിപ്പുകളും എല്ലാം അടിച്ചിരുന്നത് പാവങ്ങളുടെ പണം കൊണ്ടാണ്. അപ്പോൾ പറയാനുള്ളത്, അത് ഇന്നലെ സൂം മീറ്റിങ്ങിന് വാട്സപ്പ് കോളിന് നേതൃത്വം നൽകിയത് ഈ ഒരു വക്കീൽ തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം കോടതിയിൽ നടന്നതിന് വളരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിക്ഷേപകരെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും അടുത്ത കേസ് 21-ാം തീയതിയാണ്. 21-ാം തീയതി ബഡ്സ് കേസാണ്. ബഡ്സ് കേസിൽ ഇത്തരം നാടകങ്ങൾ നടക്കില്ല എന്ന് കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞതാണ്. അവിടെ ബാങ്കുകൾ അവരുടെ പക്കലുള്ള പണം ട്രഷറിയിലേക്ക് മാറ്റാനുള്ള എന്തൊക്കെ നടപടികൾ എടുത്തു എന്നുള്ള കാര്യങ്ങളായിരിക്കും അടുത്തുള്ള ദിവസം വിശദീകരിക്കുക. കേസ് എന്തായാലും ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുമായിരിക്കും.